മക്കളെ എല്ലാവർക്കും നമസ്കാരം. സോ വെൽക്കം ടു റേസ് ഏഗൻ. നിങ്ങളുടെ സ്വന്തം AK സാറും SM സാറും ഉണ്ട്. നമ്മൾ ഇന്ന് വെട്ടിക്കൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അതെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പല ആൾക്കാരും പേടിച്ചിരിക്കുകയാണ് എങ്ങനെയാ വരിക എന്നൊക്കെ. അപ്പോ ഈ പാറ്റേൺ മാറി എന്ന് അറിഞ്ഞതല്ലാതെ ശരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അതിനുള്ള പ്രതിവിധിയുമായിട്ട് ആര് വന്നിരിക്കുന്നു? ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നു. പാറ്റേണുള്ള ക്വസ്റ്റ്യൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി മാത്രം ഞങ്ങൾ രണ്ടുപേരോട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്ലാസ് കണ്ട്. സോ വെൽക്കം ടു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. തുടങ്ങാം. ആദ്യ ചോദ്യം മക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാം. ഒരു കാര്യം എനിക്ക് പറയാണ്ട്, ഒറ്റ ഫുൾ സെറ്റ് നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോക്ക് ലെങ്ത് കൂടും. നിങ്ങൾ വീഡിയോ ലെങ്ത് കൂടിയ നോക്കണ്ട. നിങ്ങളുടെ ആദ്യത്തെ ഒരു എന്താ പറയാ, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിചാരിച്ചാൽ മതി. കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണത്തിന്റെ എക്സാം ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഉറപ്പായിട്ടും കോൺഫിഡൻസ്. ഇത് കാണാതെ കൊടുക്കുന്നത് വലിയ നഷ്ടമായിരിക്കും മക്കളെ. അപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടങ്ങാം. നമുക്ക് പരീക്ഷയുടെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടറിയോ? ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ വേറെ സാധനം ഉണ്ട്. വായിച്ചോളി. ഇവിടെ മക്കൾ നോക്ക്, 18 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ ABCD എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അല്ലെ. അപ്പൊ അതില് 5ാമത്തെ ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻസിൽ എന്തുണ്ട്? ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ അവസാനത്തെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിങ് ഓപ്ഷൻ ഇതുണ്ട്. എന്താണ് ഇതിന് മുമ്പത്തെ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണ്ട് പിന്നെ നമുക്ക് സെക്ഷൻ A B ഒക്കെ വരുമ്പോ സെക്ഷൻ Aയില് 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ ഒന്ന് എന്തായിരിക്കും? ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ സെറ്റിന് ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. 2 ക്വസ്റ്റ്യൻ ഇവിടെ കൃത്യമായിട്ട് തരും, അതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിലേതോ ഒന്ന് മസ്റ്റ് ആയിട്ട് എഴുതിയേ മതിയാവുള്ളൂ. നിങ്ങൾക്ക് ചോയ്സ് കുറയാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും പറയുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ എന്നിട്ട് മുമ്പേ ഒക്കെ 4 എഴുതിയാൽ മതി. 5 തന്നത് അതിൽ 4 ഏതെങ്കിലും 4 എഴുതിയാൽ മതി. പക്ഷെ ഇപ്പൊ മാറി, സംഭവം മാറി. എന്തായാലും ഒന്ന് എഴുതണം, ഒന്ന് എഴുതിയേ മതിയാവുള്ളൂ. നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിന്റെ 1ാമത്തെ സെക്ഷന്റെ പ്രത്യേകത 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്ത്. ഇതിൽ ഓപ്ഷനേ ഇല്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഞാൻ വായിക്കാം. ദ ടൈം ടേക്കൻ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് ഫ്രീക്വൻസിയോ? ഒരു ഡോലനത്തിന് എടുക്കുന്ന സമയത്തെ ആവൃത്തി എന്ന് പറയുന്നു. ശരിയാണോ? അത് ശരിയാ. ഞങ്ങൾ ഒന്ന് മക്കളെ വെട്ടിയടിക്കും കേട്ടല്ലോ. അത് തെറ്റാണ്. ദ ടൈം ടേക്കൻ ഫോർ 1 ഓസിലേഷൻ ഈസ് പീരീഡ്. ഒരു ഡോലനത്തിന് എടുക്കുന്ന സമയമാണ് പീരീഡ്. അത് കറക്റ്റാ, ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. കറക്റ്റ് ഓപ്ഷൻ ആണ്. ബി ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിന് പോവാം. പല ആളുകളും ഇപ്പൊ സാറ് പറഞ്ഞ സാറ് മനഃപൂർവ്വം പറഞ്ഞാട്ടോ, ഇങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഓക്കെ കിട്ടിയല്ലോ, ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിച്ചെങ്കിൽ പോകും. പക്ഷെ പോകരുത്. ഒരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മക്കളെ. ചതിയിൽ വഞ്ചന. ആ ചതി നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറയോ, നമ്മൾ വിചാരിക്കും ഇത് മാത്രമാണ് ശരി, ഇത് മാത്രമായിരിക്കില്ല ശരി. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ? മക്കൾക്ക് മനസ്സിലായി. നമുക്ക് വായിച്ചു നോക്കാം. SI യൂണിറ്റ് ഓഫ് പീരീഡ് ഈസ് സെക്കൻഡ്. പീരീഡിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അത് ശരിയാ? ശരിയല്ലേ? അത് ശരിയാണ്. കാരണം അപ്പൊ രണ്ട് ഓപ്ഷൻ ഇവിടെ ശരിയായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പൊ പിന്നെ നമ്മൾ ആലോചിക്കണം, 3 വായിക്കണം, 4 വായിക്കണം. 4ാമത് വായിക്കാം. ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ആവൃത്തിയുടെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. എല്ലാം ശരിയായിക്കൊള്ളുന്നില്ല. അതെന്താണ്? തെറ്റാണ്. പക്ഷെ അത് ഏതാണ്? ഹെർട്സ് ആണ്. മറന്നു പോരുത് കേട്ടോ. അപ്പൊ ഇതിൽ 2 ഓപ്ഷൻ ശരിയാണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിൽ ഏതാണ് ശരിയായെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആദ്യ ചോദ്യം, സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ശബ്ദവും പ്രകാശവും അനുദൈർഘ്യ തരംഗങ്ങളാണ്. മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് രണ്ടും ഒരുപോലെ അല്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഓപ്ഷൻ ഉറപ്പായിട്ടും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ, സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നു. ശബ്ദവും പ്രകാശവും അനുപ്രസ്ഥ അതുമല്ല. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ രണ്ടിലെ രസമല്ല ഇത്, ഈ രണ്ടിൽ ഏതോ ഒന്ന് ശരിയായിരിക്കും. നമുക്ക് നോക്കാം. വൈകിട്ട് സാറേ അതുകൊണ്ട് സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്, പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. അത് ശരിയാണ്. അടുത്തൊന്ന് വായിച്ചു നോക്കിയാലോ? വായിച്ചു നോക്കൂ. സൗണ്ട് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ശബ്ദം ഒരു അനുപ്രസ്ഥമാണ്. അപ്പൊ തന്നെ തെറ്റി. വാക്യം പോലും വേണ്ട, തെറ്റാണ്. ശരിയുള്ളൂ. ഇത് ഒറ്റ ഓപ്ഷൻ ശരിയുള്ളൂ.
അപ്പൊ അടുത്തേക്ക് പോയാലോ? ഓപ്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹിയർഡ് ബൈ ഹ്യൂമൻ? നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമുക്ക് കേൾക്കാൻ കഴിയുന്നത് താഴെ കൊടുത്ത ഏത് ശബ്ദമാണ്, ആവൃത്തിയാണ് നോക്കേണ്ടത്. ഞാൻ ചെറിയൊരു കാര്യം പറയാം. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് നമുക്ക് ഓഡിബിൾ ആയ സൗണ്ട്. അല്ലെങ്കിൽ ഇതിനെന്ത് വിളിക്കാം? ഇതിന് നമുക്ക് വേണമെങ്കിൽ 20 കിലോ ഹെഡ്സ് എന്നോട് വിളിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് അറിയാതെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കും. അതെ, അതാണ് ഈ ക്വസ്റ്റ്യൻ. എന്നാലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായിരിക്കും തെറ്റിക്കാനുള്ള സാധ്യത. ഞാൻ എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് ദൈവമേ ഇത് പെട്ടെന്ന് തെറ്റിപ്പോലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അപ്പൊ നോക്കാം. സാറേ 10 ഹെഡ്സ് കേൾക്കാൻ പറ്റൂല. അത് ചിലപ്പോ മനസ്സിലാവും. 10 ഹെഡ്സ് കേൾക്കാൻ പറ്റില്ല, കാരണം 20 ഹെഡ്സ് മുതലാണല്ലോ കേൾക്കുക. അടുത്തത് 40 കിലോ ഹെഡ്സ്. അതാണ് മനസ്സിലാക്കുന്നത്. 40 കിലോ ഹെഡ്സ് ആണ് മക്കളെ. 20 കിലോ ഹെഡ്സ് വരെ കേൾക്കാൻ പറ്റുള്ളൂ, 40 കിലോ ഹെഡ്സ് ആണ് കേൾക്കാൻ പറ്റൂല. അതിന്റെ മുകളിലാണ്, അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. 2500 ഹെഡ്സ് കേൾക്കാൻ പറ്റുമോ? സിമ്പിൾ. പറ്റും. ഇവർക്ക് ഇതിന്റെ ഇടയ്ക്കാണോ ആലോചിക്കുമ്പോ കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ ഇത് ശരി ഉത്തരാണ് അല്ലേ? 20,000-ന്റെയും 20,000-ന്റെ ഇടയിലാണല്ലോ 2500. സാറേ അപ്പൊ അത് കേൾക്കാൻ പറ്റും. ഇത് ശരി ഉത്തരാണല്ലോ. ശരിയാണല്ലോ, ചിന്തിക്കും അല്ലെ സാറേ? 20,000 കിലോ ഹെഡ്സ് ആണ്. അപ്പൊ അത് തെറ്റാണ് മക്കളെ, തെറ്റാണ്. 20,000 കിലോ ഹെഡ്സ് അവിടെ തന്നത്. 20,000 ഹെഡ്സ് ആണ് ശരിയായിരുന്നു. 20,000 കിലോ ഹെഡ്സ് ആണ്, അത് തെറ്റാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചു വെക്കണം. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ അബൌട്ട് ലെൻസസ്, ഐഡന്റിഫൈ വിച്ച് വൺ ഈസ് കോൺവെക്സ് ലെൻസ്. അതായത് കുറിച്ച് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. കോൺവെക്സ് ലെൻസിന്റെ ആയിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓൾവേസ് പ്രൊഡ്യൂസർ വിർച്വൽ ഇമേജ്, എല്ലായ്പ്പോഴും മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു. കോൺവെക്സ് വിദ്യ ഉണ്ടാക്കുന്നുണ്ട്, ഒറ്റ തവണ മാത്രം ഉണ്ടാക്കുന്നുണ്ട്. പഠിച്ചു വെക്കണം. നമ്മള് എഫിന്റെയും ഓയുടെയും ഇടയിൽ വെച്ചാൽ നമുക്ക് ആരെ കിട്ടും? മിഥ്യ കിട്ടും. പക്ഷെ ഇവിടെ എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞു. എല്ലായ്പ്പോഴും സംഭവിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്, എല്ലായ്പ്പോഴും മിഥ്യ ഉണ്ടാക്കുന്ന ആരാണ്? അത് കോൺകേവ് മറക്കരുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൊഡ്യൂസേഴ്സ് റിയൽ ഇമേജ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ, യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നു. അത്രേ പറഞ്ഞുള്ളൂ, എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞില്ല. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നതേ പറഞ്ഞുള്ളൂ. അപ്പൊ ബി ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. മൂന്നാമത്തത്, തിക്കർ ഇൻ ദ മിഡിൽ. ഒന്ന് വരച്ചാലേ സാറേ, ഒന്ന് കോൺവെക്സ് വരച്ചു നോക്കുമ്പോ ഇതാണ് കോൺവെക്സ് അല്ലേ? അപ്പൊ കോൺവെക്സിന്റെ നടുഭാഗത്ത് അടിച്ചടക്കാണ്. തിക്നെസ് കൂടുതലാണ്, മധ്യത്തിൽ കനം കൂടിയതാണ്. അത് ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ സി ഓപ്ഷൻ എന്തായിട്ടുണ്ട്? ശരിയായിട്ട് മാറി. അരികുകളിൽ കനം കൂടുതലാണ്. അരികുകളിൽ കനം കൂടുതലാണ് ആണോ? അല്ല, ഒരിക്കലും കനം കൂടുതലാണോ? അല്ല മക്കളെ, കനം കുറവാണ് കേട്ടോ. യെസ്. ഇനി നമ്മൾ അഞ്ചാമത്തെ, എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. യെസ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോവരുത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്? സാറേ ഇത് ഓർ ക്വസ്റ്റ്യൻ ഞാൻ നമുക്ക് കാണിക്കാണ്ട് ഒരു പേജിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് തന്നെ വെക്കാം കേട്ടോ. സോ ഓർ ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ഏതോ ഒന്ന് എഴുതിയാൽ മതി. ഞങ്ങൾ രണ്ടും പറഞ്ഞു, ഡോണ്ട് വറി. സോ നീളം കൂടുന്നു, ഞാൻ ഒന്ന് വരയ്ക്കാം. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? എടാ, ഒരു പെൻഡുലം നമ്മുടെ കയ്യിലുണ്ട്, ആ പെൻഡുലത്തിന്റെ നീളം ലെങ്ത് കൂടി, അപ്പൊ ആവൃത്തി അഥവാ ഫ്രീക്വൻസിക്ക് എന്ത് മാറ്റം ഉണ്ടാവുക? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ലെങ്ത് കൂടുമ്പോൾ ടൈം പീരീഡ് അല്ലെ പീരീഡ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? കൂടും അല്ലെ. ലെങ്ത് കൂടുമ്പോൾ പീരീഡ് കൂടും, പീരീഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ത് ചെയ്യും? കുറയും. അതായത് ചെറിയ ആൾക്കാർ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും, അപ്പൊ ആവൃത്തി കൂടും, ഫ്രീക്വൻസി കൂടും. വലിയവരോ എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുക? മക്കളെ, ഒരു തൊട്ടിലും ഒരു ഊഞ്ഞാലും ആലോചിക്കുക. തൊട്ടിൽ എന്ത് ചെയ്യും? ഒരു കുറഞ്ഞ സമയം കൊണ്ട് നന്നായിട്ട് നല്ല ഫ്രീക്വൻസി ആയിരിക്കും അല്ലെ. എന്നാൽ ഊഞ്ഞാലിന് ഫ്രീക്വൻസി പൊതുവെ കുറവായിരിക്കും തൊട്ടിലിനെ അപേക്ഷിച്ചിട്ട്. ആ കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ എന്ത് പറയാൻ പറ്റും? ലെങ്ത്തും അതേപോലെ ആവൃത്തിയും എന്താണ്? വിപരീത അനുപാതമാണ് അല്ലേ? ശരിയല്ലേ? നീളം കൂടുമ്പോ ആവൃത്തി കുറയും. അത് ഞാനിങ്ങനെ എഴുതിയുള്ളൂ, നിങ്ങൾ എന്താണോ വേർഡ്സിൽ എഴുതി വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ആസ് ദ പീരിയഡ് ഡിക്രീസസ്? ഫ്രീക്വൻസി പീരിയഡ് തമ്മിലുള്ള ബന്ധം എന്താണ്? ആലോചിച്ച് നോക്ക്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. P is equal to 1/T എന്ന് നമ്മൾ പണ്ടേ പഠിച്ചതാ അല്ലേ? ടൈം പീരീഡും പീരീഡ് എഴുതി പോയി, സോറി കേട്ടോ മക്കളെ. എന്താണ്? F is equal to 1/T. അപ്പോ അതിവിടെ നമുക്ക് മനസ്സിലാക്കാം. ഫ്രീക്വൻസി എപ്പോഴാ കൂടുക? ടൈം പീരീഡ്
ടൈം പീരീഡ് ഇങ്ങനെ പറയാം. പക്ഷേ യെസ് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇവൻ എന്ത് കൂടുതലായിരിക്കും? ഫ്രീക്വൻസി കൂടുതലായിരിക്കും. പക്ഷെ ഇതിന് ഉണ്ടാവാൻ ആവശ്യമായ സമയം കുറവായതുകൊണ്ട് ടൈം കുറഞ്ഞു മതി, പെട്ടെന്ന് ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ് ഉണ്ടാവാനുള്ള ടൈം വളരെ കൂടുതലാണ്, വലിയ ടൈം ആയിരിക്കും. പക്ഷെ ഫ്രീക്വൻസി എന്താണ്? കുറവാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാല് ഇത് സൂപ്പർ ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഇൻ ദ പിക്ചർ? ലെൻസിന്റെ ഫോക്കസ് ദൂരം കാണാനാണ് പറഞ്ഞത്. എന്തൊക്കെ തന്നെ ഇവിടെ തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതേപോലെ ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട്. ഇത് യു, ഇത് വി. അപ്പൊ ഞാൻ ഇവിടെ എഴുതട്ടെ. അപ്പൊ യു ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം -30. മൈനസ് ആയത് എല്ലാവർക്കും അറിയാതെ പറയേണ്ടത് ഗ്രാഫ് പോലെ തന്നെയാണ് മക്കളെ. ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടല്ലേ ചെയ്യാം. സോ ഗ്രാഫിന്റെ ഇടതുഭാഗം എന്താണ്? നെഗറ്റീവ് ആയിരിക്കും, വലതുഭാഗം എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചാൽ മതി. കൂടാതെ മറ്റൊരു കാര്യമുണ്ട്, ഇത് മുഖ്യ അക്ഷം അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് ആണ്. ഇതിന്റെ മുകൾ ഭാഗം എന്താണ്? പോസിറ്റീവ് ആയിരിക്കും, താഴ്ഭാഗം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അറിയാം. അടുത്തിലേക്ക് കടക്കാം. മക്കളെ വി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നത് വി എന്ന് പറഞ്ഞാൽ +60 ആണ്. കാരണം നമ്മൾ അളക്കുന്നത് എവിടുന്ന് എങ്ങോട്ടാ? ഇവിടുന്ന് ഇങ്ങോട്ടാണ് അളക്കുന്നത്. ഇനി നമുക്ക് കാണാൻ പറയാം, നമ്മളോട് കാണാൻ പറഞ്ഞ എഫ് ആണ്. എഫ് ഈക്വൽ ടു സാർ ഇക്വേഷൻ പറഞ്ഞോളൂ, uv by u minus v. യെസ്, ഇനി u എന്ന് പറഞ്ഞാൽ എത്രയാ? u എന്ന് പറഞ്ഞാൽ എത്രയാ? u എന്ന് പറഞ്ഞാൽ -30 ആണ്. -30 into v എത്രയാ? 60 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? -30 -60. ഇതാണ് മക്കൾക്ക് പ്രശ്നം വരിക. -30 -60 ഒരു പ്രശ്നം വരാനുണ്ട്. അപ്പൊ എത്ര വരിക? -30 1800 1800 -1800. ഇവിടുന്ന് അങ്ങനെ ചെയ്താലോ? നമുക്ക് കാണാം. ഇവിടെ അങ്ങോട്ട് ചെയ്യും. ഓക്കെ, -30 -60. അപ്പൊ സെയിം സൈൻ വരുന്ന സമയത്ത് രണ്ടുകൂടി കൂട്ടി മൈനസ് ഇടുക. അപ്പൊ മൈനസ് എന്ത് വരും? 90 എന്ന് വരും. ക്ലിയർ ആണല്ലോ മക്കളെ? സാറാ പറഞ്ഞ മനസ്സിലായോ നിങ്ങക്ക്? മക്കളെ, രണ്ട് പോസിറ്റീവ് സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോ നമുക്ക് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ നമ്മൾ കൂട്ടിയാൽ നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക? നെഗറ്റീവ് ആണ് കിട്ടുക കേട്ടോ. ഒരേ സൈൻ കൂട്ടുകയാണ് ചെയ്യുന്നത്, ആലോചിച്ച് വെക്കുക. 0 ക്യാൻസൽ. 9 പാണ്ടും കട്ടിയാലോ? ഈ മൈനസും ക്യാൻസൽ ആയി പോലെ. ഇനി മക്കൾ നോക്കുക, ഇത് 9 ആണ്. സാറ് പറഞ്ഞ പോലെ ഇത് 18 ആവുമ്പോ 2 തവണ പോകും. അപ്പൊ ആൻസർ വരും 20 അല്ലേ? 20 സെന്റിമീറ്റർ. ഫോക്കസ് ദൂരം 20 കിട്ടി. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ 20 സെന്റിമീറ്റർ ആണ് അതിന്റെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം. ഓക്കെ, അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്ലസ് ആയിരിക്കുന്ന കാര്യം മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സംഭവം നോക്ക്, ബിറ്റ്വീൻ f and 2f വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ബിയോണ്ട് 2f കിട്ടി. അടുത്തിലേക്ക് പോവാം ധൈര്യമായിട്ട്. The prescription given by the doctor for the purchase of spectacles എന്താണ്? states +1.5 diopter. കണ്ണട വാങ്ങുമ്പോ ഡോക്ടർ നൽകിയ കുറിപ്പടിയിൽ 1.5D എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ ഡി? ഡോക്ടർ എഴുതിയുള്ളൂ. എന്താണ്? +1.5D എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. What is indicated in the prescription? കുറിപ്പിൽ എന്താണ് സൂചിപ്പിച്ചിട്ടുള്ളത്? കുറിപ്പിൽ എന്താണ് ഡോക്ടർ ഉദ്ദേശിച്ചത്? +1.5D. D എന്ന് കണ്ട എന്താണ്? യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ്. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. നമ്മൾ സൂചിപ്പിക്കുക ക്യാപിറ്റൽ D വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് പവർ ആണ്, നമുക്ക് മനസ്സിലായി. അടുത്ത എന്താ അറിയോ? ബി ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ സ്പെക്ടക്കിൾസ്? ഇത് ഏത് ലെൻസ് ആണ് ചോദിക്കുന്നത്? കണ്ണടയിൽ ഏത് ലെൻസ് ആണ് ഉപയോഗിച്ചത് മക്കളെ? ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. സാറേ അവിടെ എഴുതാം. അതായത് പവർ എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവ് ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. പവർ നെഗറ്റീവ് ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. എന്ന് എന്ത് ചെയ്യാ മക്കൾ ഒന്ന് ഓർത്ത് വെച്ചു. സാറ് പറഞ്ഞ വ്യക്തം നമുക്ക് ഫിഗർ വഴിക്കും ഒന്ന് മനസ്സിലാക്കാം. ഫിഗർ വഴി ഇങ്ങനെയാണ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് എപ്പോഴും എവിടുന്ന വരിക. സോ ഈ റൈറ്റ് സൈഡ് ഇവിടേക്ക് പോകും. ഇവിടെയാണ് എഫ് നമുക്ക് കിട്ടുക അല്ലെ? അപ്പൊ റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണ്. സോ നമ്മൾ പഠിച്ചാണ് പവർ ഈസ് ഈക്വൽ ടു 1/f ആണല്ലോ, ശരിയല്ലേ? സോ 1/f പോസിറ്റീവ് വാല്യൂ കിട്ടുക. അപ്പൊ പവർ പോസിറ്റീവ് കിട്ടും. ഇനി കോൺകേവ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക മക്കൾ? ആലോചിച്ച് നോക്ക്. ലൈറ്റ് ഇതാ ഇങ്ങനെ പോയിട്ട് ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഫോക്കസ് കിട്ടുക. സോ ഈ സൈഡ് നെഗറ്റീവ് ആണ്. സോ ഫോക്കസ് നെഗറ്റീവ് ആവും, പവർ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഈ ഒരു ചോദ്യം ഉറപ്പാണ് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. The focal length of a convex lens is 25 centimeter. Same, നമ്മളിപ്പോ പറഞ്ഞ സാധനം അല്ലേ?
പവർ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ലെൻസിന്റെ ഫോക്കൽ ദൂരം എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ് പവർ കാണാൻ. ഞാൻ ഇക്വേഷൻ എഴുതാം. പക്ഷേ എന്താണ് ഇക്വേഷൻ? പവർ ഈസ് ഈക്വൽ ടു 1/f. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്റെ മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ നോക്കണം. മീറ്ററും കൂടെ അയക്കാട്ടെ ഞാൻ. അപ്പോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അല്ലെ സാറേ, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നിങ്ങൾ ഫോക്കൽ ലെങ്ത് ഫോക്കസ് ദൂരം പ്ലസ് ആയിട്ടും കോൺകേവ് ലെൻസ് ആണെങ്കിൽ നിങ്ങൾ മൈനസ് ആയിട്ട് എടുക്കണം. കാരണം ക്വസ്റ്റ്യൻ അങ്ങനെ തരൂല. അതായത് പവർ ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് 50 സെന്റിമീറ്റർ. അങ്ങനെ തരിക. -15 തരൂല. കോൺകേവിന്റെ മൈനസ് എന്ന് മനസ്സിലാക്കി വെക്കണം. സാറേ നമുക്ക് എഫ് തന്നിട്ടുള്ളത്. സോ എഫ് 25 സെന്റിമീറ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ 100 ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 0.25 എന്ന് കിട്ടും. അതെ. അപ്പൊ മക്കളെ ഏതൊരു നമ്പറിന്റെയും അല്ലെ ഏതൊരു സെന്റിമീറ്ററിന്റെയും മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ. അപ്പൊ 25/100 എന്ന് പറഞ്ഞാൽ 0.25 മീറ്റർ എന്ന് കിട്ടി. ഇനി 1/0.25 മീറ്റർ ചെയ്യണം. എങ്ങനെ ചെയ്യാം? നമുക്ക് ചെയ്യാൻ എത്രയുള്ള ഐഡിയ? എന്താ ഐഡിയ? ഈ പോയിന്റ് ഒഴിവാക്കണം അല്ലെ. പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ 100 കൊണ്ട് ഇൻറ്റ് ചെയ്യുന്നു. അപ്പൊ 2 നമ്പർ ആയതുകൊണ്ട് 2 പൂജ്യം ആൾക്കൊണ്ട് നമ്മള് മൾട്ടിപ്ലൈ ചെയ്യും. 100 ഇൻറ്റ് ചെയ്തു. അപ്പൊ 100/25 എന്ന് കിട്ടി. അപ്പോൾ എത്ര സാറേ ആൻസർ വരിക? 4 + 4 എന്താണ് നമ്മൾ കണ്ടേ? പവർ അല്ലേ കണ്ടത്? പവറിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ഡയോപ്റ്റർ കൊടുക്കുക. അപ്പൊ +4D ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a pendulum takes 1 minute to complete 30 oscillation. അതെ. ഒരു പെൻഡുലം 30 ദോലനങ്ങൾ പൂർത്തിയാക്കാൻ 1 മിനിറ്റ് എടുത്തു. How long does it take to complete 1 oscillation? ഒരു ദോലനത്തിന് വേണ്ടി എത്ര സമയം വേണം? അതായത് എന്താ കണ്ടുപിടിക്കേണ്ടത്? സമയം കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഒരു ദോലനത്തിന് വേണ്ട സമയം കണ്ടുപിടിക്കണം. അതേപോലെ ഫ്രീക്വൻസി കാണാൻ ചോദിച്ചിട്ടുണ്ട്. ആവർത്തി കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഫ്രീക്വൻസി കണ്ടാലോ? കണ്ടോളി. F = n/t ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. n/t. മക്കളെ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ. എത്ര സാറേ? നിങ്ങളുടെ എണ്ണം അവിടെ തന്നിട്ടുണ്ട് സാറേ. 30 അല്ലേ? 30. എത്ര ടൈം ഉള്ളത്? 2 മിനിറ്റ്. 1 മിനിറ്റ്. അപ്പൊ 60 സെക്കൻഡ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 60 കൊടുക്കണം. ഉത്തരം 1 30 എഴുതിപ്പോ അങ്ങനെ പോകരുത് കേട്ടോ. 0 ക്യാൻസൽ. 3/6 1/2 0.5. 0.5 ആണ് എന്ത്? ഹെഡ്സ് ആണ് അല്ലേ? 0.5 ഹെർട്സ് ആണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി. ഇനി നേരത്തെ ചോദിച്ച ചോദ്യം, 30 ഓസിലേഷന് വേണ്ടിയിട്ട് 30 ദോലനങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ് എടുത്തു. അപ്പൊ ഒരു ഓസിലേഷന് വേണ്ടിയിട്ട് ഒരു കമ്പനത്തിന് വേണ്ടിയിട്ട് എത്ര സമയം വേണമെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പൊ നമുക്ക് 1 മിനിറ്റ് എന്താക്കി മാറ്റാം? സെക്കൻഡ് ആക്കി മാറ്റാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് ആണെങ്കിൽ ഒരു ദോലനത്തിന് എത്ര വേണം? എങ്ങനെ കാണും? ആലോചിച്ച് നോക്ക്. എത്ര ഉള്ളൂ സംഭവം? 30 എണ്ണത്തിന് 1 മിനിറ്റ് വേണം. അപ്പൊ ഒന്നിന് എത്ര വേണം? അപ്പോൾ ആലോചിക്ക്. 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 60/30 ചെയ്യാം. 60/30 നേരെ തിരിച്ചിട്ടാ മതി. 60/30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ക്യാൻസൽ. 2 സെക്കൻഡ് വേണം എന്തിന്? ഒരു ദോലനം കംപ്ലീറ്റ് ആക്കാൻ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട് 2 സെക്കൻഡ് സമയം വേണം. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലടാ. 1/2 സെക്കൻഡ് കൊണ്ട് 30 ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? 1 സെക്കൻഡ് കൊണ്ട് 60 എണ്ണം. അതാണ് ഈ കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോ ടോട്ടലി വരുന്ന സമയത്ത് നമുക്ക് സമയം നോക്കുന്ന സമയത്ത് കിട്ടി 2 സെക്കൻഡ് കിട്ടി. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, യു ആർ ഗിവൺ എ കോൺവെക്സ് ലെൻസ്. ഹൗ കാൻ യു ഐഡന്റിഫൈ ദ ലെൻസ് ബൈ ഒബ്സർവിംഗ് ലെറ്റേഴ്സ്? ഒരു കോൺവെക്സ് ലെൻസ് ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അക്ഷരങ്ങൾ നിരീക്ഷിച്ച് ലെൻസിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നിങ്ങൾക്ക് ഒരു കോൺവെക്സ് ലെൻസ് ആണ് തന്നത് പോലും നിങ്ങൾ അറിയില്ല വിചാരിച്ചോ. നിങ്ങളുടെ കയ്യിൽ ഒരു ലെൻസാണ് കൂടെ തന്നത്. നിങ്ങളോട് പറയാ ഇത് ഏത് ലെൻസാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നിങ്ങൾ ആ ലെൻസ് എടുക്കുക. എന്നിട്ട് എന്തെങ്കിലും എഴുതിയ സാധനങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ പുസ്തകത്തിലൊക്കെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ അല്ലെ? ചിലപ്പോൾ സ്കൂളൊക്കെ പോയിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോ ആ എഴുതിയതിന്റെ മുകളിൽ എന്ത് ചെയ്യുക? ലെൻസ് വെച്ച് നോക്കുക. അങ്ങനെ ലെൻസ് വെച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് എഴുത്ത് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതെന്താണ്? ഒരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും. എഴുത്ത് ചെറുതായിട്ടാണ് കാണുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഒരു കോൺകേവ് ലെൻസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി അതേപോലെ തന്നെ വേറെ ഐഡിയ പറഞ്ഞുതരാം. ഒരു കോൺവെക്സ് ലെൻസിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വലത്തേ ഭാഗത്തേക്ക് ഉണ്ടാവുക. പുസ്തകത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വലത്തേ ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടായാൽ എഴുത്തൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും.
ഇടത്തെ ഭാഗത്തായിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും ഏതാണ് ലെൻസ് എന്ന്. യെസ്, അടിപൊളി, സൂപ്പർ. കോൺവെക്സിനോട് നോക്കിയാല് എന്താ ചെയ്യാം, വലുതായിട്ട് കാണാനാണ് മക്കൾ. മാഗ്നിഫൈയിങ് ലെൻസ് ആണ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. Some of the characteristics related to transverse waves and longitudinal waves are given below. Classify them properly. അനുദൈർഘ്യ തരംഗങ്ങളുമായും അനുപ്രസ്ഥ തരംഗങ്ങളുമായും ബന്ധപ്പെട്ട ചില സവിശേഷതകൾ നൽകിയിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ കിട്ടും, ഉറപ്പാണ് അല്ലേ? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് propagation of wave. മാധ്യമ കണികകൾ തരംഗ ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പയർ ചെയ്യുന്നു. ലോഞ്ചിറ്റ്യൂഡൽ വേവ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം. ഞാൻ എഴുതാം സാർ. അപ്പോഴത്തേക്ക് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാവുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയാം? ട്രാൻസ്വേഴ്സ് വേവിലാണ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗത്തിലാണ്. നിങ്ങൾക്കറിയാം ശൃംഗങ്ങളാക്കണം സാറേ. കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻസ് ആർ ഫോംഡ്. ഉച്ചമർദ്ദ മേഖലകളും നീച്ചമർദ്ദ മേഖലകളും ഉണ്ടാവുന്നത് എവിടെയാ? ഒരു സംശയമില്ല, ലോഞ്ചിറ്റ്യൂഡൽ വേവിലാണ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗത്തിലാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ആൻഡ് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. മാധ്യമത്തിലെ കണികൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് ഗമനം ചെയ്യുക അനുപ്രസ്ഥ തരംഗമാണ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ക്ലിയർ ആണല്ലോ? LT എന്ന് വരും. ഓക്കെ, ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. 11ാമത്തെ ചോദ്യം. When an object is placed between f and 2 in front of a lens, the image formed is inverted. ഒരു വസ്തുവിനെ ലെൻസിന് മുന്നിൽ f-നും 2f-നും ഇടയ്ക്ക് വെച്ചപ്പോൾ രൂപം തലകീഴായതാണെന്ന്. അപ്പൊ മിഥ്യയാണ്. അതെ, തലകീഴായ പ്രതിബിംബം. Is it real or virtual? തലകീഴായ പ്രതിബിംബം എന്ന് പറഞ്ഞ ഭാഷ. അപ്പോ ഏതാന്നല്ലേ ചോദിച്ചത്? തലകീഴായ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ റിയൽ ആണല്ലോ. അത് ശരിയാണല്ലോ. അത് ശരിയാണ്, തലകീഴായതാണ്. തലകീഴായ റിയൽ ആണ്. എന്താണ് അല്ലേ? റിയൽ ഇമേജ്, യഥാർത്ഥ പ്രതിബിംബം. അടുത്ത ക്വസ്റ്റ്യൻ. Which type of lens is used here? ഇവിടെ ഏത് ലെൻസ് ഉപയോഗിച്ചത്? ഏത് ലെൻസാണ് മക്കളെ റിയൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ലെൻസ് ആയിരിക്കും കോൺവെക്സ്. കോൺവെക്സിനോ പറ്റുള്ളൂ കേട്ടോ. റിയൽ ഇമേജ് ഉണ്ടാക്കാൻ, യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ കോൺവെക്സിന് മാത്രമേ പറ്റുള്ളൂ മക്കളെ. ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അടുത്ത ഓർ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇത് അതിനെ കൊണ്ട് ഒരുമിച്ച് വെക്കാഞ്ഞത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി. യെസ്. ഇൻ ദ ഫിഗർ A and B indicate the colors at the edges of the spectrum formed when the sunlight passes through a prism. ഒന്നുമില്ല, ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് കടത്തി വിട്ടപ്പോ ഈ കളർ 7 കളറായിട്ട് തിരിഞ്ഞു. ഇത് ഏതൊക്കെയോ 2 കളറാണ്. ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനാ പറഞ്ഞ്. അപ്പൊ മുകളിലത്തെ കളർ ഏതാ, താഴത്തെ കളർ ഏതാ? മുകളിൽ മക്കളെ ഭയങ്കര സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുകളിലെ വർണ്ണം റെഡ് ആണ്. ഏതാണ്? റെഡ് ആണ്. വയലറ്റ് ആണ്. വയലറ്റ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കളേഴ്സ് യു ഫൗണ്ട് ടു ബി അറേഞ്ച്ഡ് അറ്റ് ദോസ് പൊസിഷൻ? അതായത് നിറങ്ങൾ ഈ സ്ഥാനങ്ങളിൽ വരാനുള്ള കാരണം എന്താ? എന്തുകൊണ്ട് റെഡ് മുകളിൽ വന്ന് എന്തുകൊണ്ടാണ് വയലറ്റ് താഴെന്ന് വെച്ചാൽ വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് ആണ്, തരംഗ ദൈർഘ്യത്തിലുള്ള വ്യത്യാസമാണ് എഴുതി വെച്ചേക്കുക. റെഡിന് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം കൂടുതലാണ്, വയലറ്റിന് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം കുറവാണ്. അതുകൊണ്ടാണ് റെഡ് മുകളിൽ വന്നത്, വയലറ്റ് താഴെ വന്നത് എന്നങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. ഓക്കെ, സാർ അവിടെ തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. ആണോ? റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, തരംഗ ദൈർഘ്യം കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ഇനി നിങ്ങളോട് പറയാനുള്ള സമയം പറയായോ? അത്യാവശ്യം സമയമായിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ സിയും ഡിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 3 മാർക്കിന്റെ ചോദ്യങ്ങളും 4 മാർക്കിന്റെ ചോദ്യം വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് 4 മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ, അതിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതായാലും ഒന്നേ നിങ്ങൾ എഴുതേണ്ടുള്ളൂ. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിലും വലിയ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടേക്കാണ് കുറച്ചുകൂടി ഏറ്റവും ഇമ്പോർട്ടന്റ്, സ്ട്രോങ് ആയിട്ട്. പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ താഴത്ത് കമന്റ് ചെയ്യണം. നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സിയും ഡിയുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, എത്തും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാധനങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം അല്ലെ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വാക്കുകൂടി ഞങ്ങൾ എന്ത് ചെയ്യണം, തരികയാണ്. ഉറപ്പായിട്ടും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിന് കാണും. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ വേറെയും കാണില്ല. അത് തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മാത്രം ഈ ഫിസിക്സിന് മാത്രമല്ല ഞങ്ങൾ പറയുന്നത്, വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോയുടെ താഴത്ത് കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പാർട്ട് ബി ആയിട്ട് വരൂ അല്ലേ? ബൈ.